നിങ്ങളോട് നന്ദി കാണിച്ചതിന് എന്റെ മകനും മരുമകളും അനുഭവിച്ച വേദനയും അപമാനവും ഒക്കെ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കാശും ജോലിയും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഇനി ഞങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ കടന്നു വരാതിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ ഒന്നും മുഖങ്ങള് എനിക്ക് ഈ ജന്മത്ത് കാണാൻ ആഗ്രഹമില്ല. അമ്മേ, നീ മിണ്ടരുത്. നല്ലവനായിക്കോ, പക്ഷേ മണ്ടനാകരുത്. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവരുടെ വഴിക്ക് പോലും പോകരുത്. ഇതെന്റെ തീരുമാനമാണ്. നീ വാ വാ അമ്മേ. വാ മോളെ. വാ, നമുക്ക് പോവാം. ഞങ്ങൾ വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. ശരി സർ. ഓക്കെ. വഴിക്ക് വന്നാ തീർത്തോളാം ഞാൻ. അയ്യോ, മാറും. സാറേ, സൂക്ഷിച്ചു. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വണ്ടി തിരിച്ചിട്ടോ? ആ, ശരി സാർ. മാപ്പ് ചോദിച്ചാ എല്ലാ പ്രശ്നവും തീരുവോ? എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് സോറി എന്ന് കരുതരുത്. ഇനിയും നിങ്ങളുടെ മകൾ ലേറ്റായി ഹോസ്റ്റലിലേക്ക് വന്നാ ഞാൻ അവളെ തീർച്ചയായിട്ടും പുറത്താക്കും. ഇനി ഇതുപോലുള്ള അഭ്യാസങ്ങൾ വല്ലതും ഇറക്കിയ ഞാൻ നേരെ പിടിച്ച് പുറത്താക്കും. മനസ്സിലായോ? മനസ്സിലായി മാം. സോറി. ഓക്കെ. ഇവരോ ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നാണം കെട്ട സ്ത്രീയായത്. നിങ്ങളെയാണല്ലോ ഞാൻ എന്റെ മമ്മിയുടെ സ്ഥാനത്ത് കണ്ടേന്ന് ഓർക്കുമ്പോ എനിക്ക് അറപ്പ് തോന്നുക. കൈലാഷ്, നിനക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലെങ്കിൽ ഈ പടിവരെ എത്തിയിട്ട് എന്നോട് സംസാരിക്കാതെ പോവില്ലല്ലോ. എന്റെ ഉള്ളില് ആരോടും ദേഷ്യമില്ല മാഡം. കുറ്റബോധം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും എനിക്ക് ധൈര്യമില്ലായിരുന്നു. എന്തായാലും നീ ആദ്യം അകത്തേക്ക് വാ പ്ലീസ്. വാ. വാ. ഇരിക്കും. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? ശരീരത്തിലെ മുറിവുകളെല്ലാം ഭേദാവുന്നുണ്ട്. പക്ഷേ മനസ്സിലെ മുറിവ് അത് ഈ ജന്മം ഭേദാവാൻ തോന്നില്ല. തെറ്റ് എന്റെ ഭാഗത്താ. പാറുവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഞാൻ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു. മാഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല.
പാർവതിയെ എന്നെയും ഒരുമിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് മാഡത്തെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത് ഞാനല്ലേ? എന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഒരാവശ്യമില്ലാതിരുന്നിട്ടും മാഡം എന്നെ സഹായിച്ചത്. പ്രിയനും പാർവതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മാഡം അടക്കം എല്ലാവരും എന്നോട് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ വാശി കാണിച്ചത് ഞാനല്ലേ?